ഇവരത് എവിടെ പോയി കിടക്കണോ എന്തോ. കുഴപ്പാവല്ലേ. ഒന്ന് വേഗം വാടാ സാറേ. ഒരു കാര്യം പറഞ്ഞു പറയാൻ പറ്റിണ്ടല്ലോ. അച്ഛൻ കാണിക്കുന്ന പോലെ വെറുതെ ഷോ കാണിക്കുന്നില്ല കേശുവേ. ഇപ്പൊ വരെ നീ അച്ഛനെ പറയാൻ തുടങ്ങിയാ? സോറി, ഞാനൊരു ടെൻഷന്റെ പുറത്ത് പറഞ്ഞതാ. ആ പാമ്പടിച്ച മനുഷ്യൻ ഇന്ന് മറ്റേ മലമുകളിലുള്ള കോളേജിന്റെ പണിക്ക് പോയിരിക്കുവാ. ഒരു ബൈക്കൊക്കെ മേടിക്കാൻ പറഞ്ഞ കേക്കത്ത് പോലും ഇല്ല. എന്നിട്ട് വേണം 24 മണിക്കൂറും അതിന്റെ പുറത്തിറങ്ങി ചുറ്റി നടക്കാനായിട്ട്. എടാ ഇത്തിരിയൊക്കെ നടക്കണം. അച്ഛനിങ്ങനെ നടക്കണോണ്ടാണ് ഇതിപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അച്ഛന്റെ ഹെൽത്തിനൊന്നും ഒരു കുറവില്ല കേട്ടാ. അച്ഛൻ വിചാരിച്ചാൽ വേണമെങ്കിൽ ഇപ്പോഴും നാളത്തിന് അടിച്ചിടാൻ പറ്റും. ഇപ്പൊ അച്ഛന് ദേഷ്യം വരുമ്പോ ഞാൻ അടുത്തോട്ട് പോകില്ലല്ലോ. ഒരെണ്ണം കൈവച്ച് കിട്ടിയാ തീർന്നു. മതി, സമ്മതിച്ചു. നീ റൂട്ട് മാറ്റി വിടല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറ, എന്താണ്? അതെ, ഞാൻ പെട്ടടാ. പെട്ടാ? എവിടെ പെട്ട്? എടാ സംഗതി എന്റെ കയ്യിൽ നിന്ന് പോകണ്ടോന്ന് എനിക്കൊരു ഡൗട്ട്. നിനക്ക് പറ്റിയ പോലെ തന്നെ എനിക്കും പറ്റിയേ. എനിക്കെന്ത് പറ്റിയെന്ന്? നിനക്ക് പറ്റിയതല്ല, നീ പറ്റിച്ചതാണ്. പക്ഷെ എനിക്ക് ശരിക്കും പറ്റിയതാ. ഞാൻ പോട്ടാ? എടാ പോവല്ലേ. എന്നാ പറ. 2 ദിവസം ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുക. ഞാൻ വേറെ ആരോട് പറയാനേ നിന്റെ അടുത്തല്ലാണ്ട്. എനിക്കാണെങ്കിൽ ആ ടെൻഷനായിട്ടും വയ്യ. എടാ നീ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് പേടിയാവണ്. ശിവ, കാര്യം എന്തേ? അതെ, എൻ്റെ ഒരു ഫ്രണ്ട് 10 പഠിക്കുവാൻ. അവനെന്നെ പ്രപ്പോസ് ചെയ്തു. എന്തേടാ എന്തേ? നീ എന്തെങ്കിലും പറ. നീ കൂടെ എന്റെ ചീത്ത പറയലടാ. ഞാൻ ആകെ കൺട്രോൾ വിട്ട് നിൽക്കുക. എന്തെങ്കിലും പറയേ. മാക്ക് പൊങ്ങണില്ല. 10 ആര് പ്രപ്പോസ് ചെയ്തത്? എന്റെ ഫ്രണ്ട് ശ്രേയയില്ലേ, അവളുടെ ചേട്ടൻ ശ്രാവൺ. ശരവണനല്ല, ശ്രാവൺ. നിനക്കറിയാം എന്റെ ഫ്രണ്ട് ശ്രേയ, അവളുടെ 10 പഠിക്കുന്ന ചേട്ടൻ ശ്രാവൺ. എന്റെ പൊന്നു കൊച്ചേ, നീ ഇപ്പൊ പറയണ ഒന്നും എനിക്ക് ഓർമ്മ വരണില്ല. അല്ല, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തെന്ന് നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് ഭയങ്കര സന്തോഷത്തോടാണല്ലോ. നീ അവനോട് എന്ത് പറയാൻ പോണത്? അല്ല, അവനോട് എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അവനോട് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ ഇഷ്ടാണോന്ന് ചോദിച്ചാ അവനെന്തു പറയാനാടാ. യേശുവേ, അമ്മ നമുക്ക് പിന്നെ കാണാവേ. പോട്ടെ, ശരി. ഒറ്റ മുങ്ങങ്ങ് മുങ്ങിയല്ലേ? ഇല്ല, ഞാൻ വീട് വരാൻ പോവായിരുന്നു. എന്താ വണ്ടി കിട്ടിയില്ലേ? പോയമ്മ തമാശ. എന്താണ് രണ്ടുപേരും കൂടെ കുറെ വർത്താനം? ഒന്നുമില്ലമ്മ, ഞങ്ങള് ചുമ ലോകകാര്യം പറയായിരുന്നു. നിനക്ക് ഇത്ര ലോകകാര്യം പറയാൻ എന്താ ഉള്ളത്? അതെന്തെങ്കിലും ബാ, നമുക്ക് പോവാം. എന്താ അവനോടൊപ്പം ഇരിക്കണ? അവൻ വന്നോളും, ബാ നമുക്ക് പോവാം. അടുക്കളയിൽ ഒരുപാട് പണിയില്ലേ, ബാ. നിനക്കെന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എനിക്കെന്താ കള്ളലക്ഷണം? ഇല്ലേ? കൂടുതലങ്ങനെ പഠിപ്പിക്കാൻ വരില്ല കേട്ടാ. വാങ്ങിക്കോട്ട്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറി എടുക്ക്. പച്ചക്കറി ഇല്ലമ്മ. ഫ്രിഡ്ജിൽ പച്ചക്കറി ഇല്ലെന്നാ? എന്നെയാണോ പഠിപ്പിക്കണേ? ഇത്രയും കാലമായിട്ട് ഫ്രിഡ്ജിൽ എവിടെയാണ് പച്ചക്കറി ഇരിക്കണെന്ന് അറിയില്ലേ? ഇതിലില്ല. എന്റെ അടിയിലത്തെ തട്ടില് നോക്ക്. എന്റെ കൈ കൊണ്ടു തരണ. അത് കഴിയട്ടെ അരി വെച്ചേ. എന്തെന്ന് കാണിക്കണത്? എന്നിട്ട് പറ, എന്താ പറഞ്ഞ കേശു? അവനെന്തു പറയാൻ? പിന്നെ നീയാണോ പറഞ്ഞത്? അല്ല, ഞാനെന്ത് പറയാനാ? സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷം? സ്കൂളിൽ പ്രത്യേകിച്ചൊന്നുമില്ലമ്മ. ഇപ്പൊ നീ നന്നായിട്ട് പഠിക്കണ്ട്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, ഭാവിയിൽ നിനക്ക് തന്നെയാണ് നഷ്ടം വരാൻ പോണേ. കേക്കണ്ട പറയണേ? ഞാൻ ശ്രദ്ധിച്ചോളാം. ഈ പ്രായത്തിലേ നമ്മൾ നല്ലോണം പഠിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പഠിത്തത്തിന്റെ ശ്രദ്ധ കളയാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അതിനേക്ക് ആ വഴിക്ക് അങ്ങ് വിട്ടേക്കണം.
അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുകയൊന്നും ചെയ്യരുത്. ആ നീ എന്നാടാ മാവിന്റെ വീട്ടില് തപസ്സിരിക്കായിരുന്ന? മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിപ്പുണ്ടല്ലോ, എന്ത് പറ്റി നിനക്ക്? എന്റെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ല. അമ്മ എന്തോന്നു പറയണേ? അല്ല പണ്ട് നിന്റെ അച്ഛനെ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാൻ പോണെന്നൊക്കെ പറയണ്ടായിരുന്നേ. ഞാൻ അതുപോലെ മോന് തീരുമാനം. ചെന്ന് പോകാൻ പാടുന്നു. ഞാൻ ആ തേങ്ങന്ന് പൊതിച്ചിട്ട് പറ്റേ? ഞാൻ പൊതിച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ പോയിച്ചോളാം. നിങ്ങള് രണ്ടുപേർക്കും ഒരുപാട് സംസാരിക്കാനുള്ളതല്ലേ. എന്താടി അമ്മയുടെ സംസാരത്തിലൊരു മാറ്റം? എനിക്കും തോന്നി. എന്താണാവൂ? അത് നമ്മുടെ വെറും തോന്നലായിരിക്കും. കേശവേ, ഓ ഞാൻ ഈ കാര്യം അവിടെ വെച്ച് പറഞ്ഞപ്പോഴേ നീ എന്താ പെട്ടെന്ന് ഡെസ്പായി പോയെ? അതെനിക്ക് അറിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഡെസ്പായി പോയ കാര്യം തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ ലവ് ചെയ്യുന്നൊന്നും അത്ര വലിയ തെറ്റും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ എനിക്ക് മാളയോടൊരു കർഷകം തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു അവളോട് സംസാരിക്കാൻ. എനിക്ക് അവളിങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ നീ പെട്ടെന്ന് നിങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറൊരു സഹോദരനായിപ്പോയി, ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ ആ ശ്രാവണം എന്ന് പറഞ്ഞതിനോട് ഭയങ്കര ദേഷ്യമൊക്കെ വന്നിടി. എടാ അങ്ങനെയൊന്നും ഇല്ല, അവൻ ഭയങ്കര പാവാ. നീ വിചാരിക്കണ പോലെയല്ല, ഭയങ്കര പാവൻ. കണ്ടാ നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ചിലപ്പോൾ എനിക്ക് ഈഗോ വരും, അസൂയ വരും, പിന്നെ നീ അവനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുള്ള പോസിറ്റീവ്നെസ് വരും. എടാ നീ എന്തിനാണ് ഇത്രയ്ക്ക് ചിന്തിച്ച് കാട് കയറി പോണേ? നമ്മൾ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചിന്തിച്ചാ പോരെ. പക്ഷെ എനിക്ക് എന്തോ ഒരു ടെൻഷൻ. ആ തൽക്കാലം നമുക്ക് വിഷയം വിടാം, വിട്ടോ? അതാണ് നല്ലത്. ആ തേങ്ങ പൊതിച്ചേ അമ്മ. പച്ചക്കറി അരിഞ്ഞില്ല അപ്പോ? ആ അതുകൊട്ടെ, ഇനി പരിയണ്ട. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള സംസാരം കഴിഞ്ഞല്ലോ, പോരെ? ആ മാറും, അതെങ്കിലും നടന്നല്ലോ. ശിവ ഞാൻ അപ്പുറത്ത് കാണും കേട്ടോ. ആ നീ ചെല്ല്, ഞാനത് കാര്യം വെച്ചിട്ട് വരാം. ഇങ്ങനെ ഒരു അണ്ണനും തങ്കച്ചി ലോകത്ത് എവിടെ ഉണ്ടാവൂല. ഞാൻ അറിഞ്ഞോളാം. എന്തേ? ഒന്നുമില്ല. താമ ഞാൻ അറിഞ്ഞോളാം, ഒന്നും കുഴപ്പമില്ല. പോയിരുന്നു പഠിച്ചു ശിവ, ചെല്ല്. അതൊന്നും കുഴപ്പമില്ല അമ്മ, ഇത് പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയിരുന്നു. ചെല്ല്, നീ പോയിരുന്നു പഠിച്ചോ? കുഴപ്പമില്ല അമ്മ ചെയ്തു, അമ്മക്ക് കുറെ പണിയില്ലേ. ഇതെന്തിനാ? ഞാൻ അറിഞ്ഞോളാം, പോയിരുന്നു പഠിച്ചോ. ഞാൻ അറിഞ്ഞോളാം, അമ്മ ചെയ്തേ.